ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വഴുതനങ്ങ മെഴുക്കുപുരട്ടിയാണ്. അതിന് ഞാൻ 6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വയലറ്റ് കളർ വഴുതനങ്ങ ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വഴുതനങ്ങയുടെ അളവനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. പിന്നെ വേണ്ടത് ഓയിലാണ്. അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. അതേതായാലും കുഴപ്പമില്ല. ഇനി വഴുതനങ്ങ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ വഴുതനങ്ങയുടെ ഈ അറ്റം നമ്മൾ മുറിച്ച് കളയണം. ശേഷം നമ്മൾ ചെറിയ വഴുതനങ്ങയാണെങ്കിൽ നമ്മൾ 2 ആയിട്ട് മുറിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനെ ക്രോസായി കട്ട് ചെയ്യുക, പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇല്ലേ? ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതായി നുറുക്കുക. ചെറുതായിട്ട് നുറുക്കുന്നതാണ് മെഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് കൂടുതൽ. ഒരു മീഡിയം ഇതിലാക്കി കട്ട് ചെയ്യുക. കാണിച്ചു തരാം. നിങ്ങൾക്ക് വലുതായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. എനിക്ക് ചെറുതായിട്ടാണ് ഇഷ്ടം. ഞാൻ ബാക്കി മുഴുവനും കട്ട് ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുഴുവനായും കട്ട് ചെയ്ത് കൊണ്ടുവരാം. മുഴുവൻ വഴുതനങ്ങയും നുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് അധികം ചേർക്കണ്ട, പിന്നെ നമുക്ക് അവസാനം ചേർക്കാം ഉപ്പ് കുറവാണെങ്കിൽ. രണ്ടും ചേർത്ത് തിരുമ്മി കൊടുക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഞാൻ ചതച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നൈസായി അരിഞ്ഞാൽ മതി, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. ഞാൻ ഇവിടെ ചതച്ചിട്ടുണ്ട്. നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. 1-2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളിയില്ലേ അത് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടുക. ഒരു പച്ചമണം ഉണ്ടാവില്ലേ, അതൊന്ന് പോണ വരെ വെയിറ്റ് ചെയ്യുക. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ പച്ചമണം എന്താ ചോദിക്കുക. പക്ഷെ അതായത് നമുക്ക് ഇടുമ്പോൾ അറിയാം, ഉള്ളിയുടെ ഒരു മണം വരും. അത് 2 മിനിറ്റ് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ കുറയും. ഇപ്പോൾ ഉള്ളിയുടെ പച്ചമണം എല്ലാം പോയി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മുതൽ 3/4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഉപയോഗിക്കാം. 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. കരിഞ്ഞു പോകരുത്, തീ സിമ്മിലിടണം. മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളകായാലും ഏത് പൊടിയായാലും തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ പൊടികൾ ആഡ് ചെയ്യാൻ. എല്ലാവർക്കും അറിയുന്നതാവും. പിന്നെ പെട്ടെന്ന് കരിഞ്ഞ സ്മെല്ല് വരും. നന്നായി ഇളക്കി കൊടുക്കുക. മുളകെല്ലാം മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വഴുതനങ്ങ. നന്നായി ഇളക്കി കൊടുക്കുക. തീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അത് കാരണം നമ്മൾ തീ കൂട്ടിയിടരുത്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അടി പിടിക്കില്ല. അതല്ല, നോൺ സ്റ്റിക്ക് പാൻ അല്ല എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ അടച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തീ സിമ്മിലിട്ട് വേവിച്ചാൽ മതി. ചെറുതായി നുറുക്കിയത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കാരണമാണ് ചെറുതായി നുറുക്കുന്നത്. വെള്ളം ആഡ് ചെയ്യുന്നില്ല, അത് കാരണം.
നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണെന്നെങ്കിൽ ഇപ്പം നോക്കണ്ട, അതായത് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്താൽ മതി. ഞാൻ അടച്ച് വെക്കാം കേട്ടോ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ വന്നു തുടങ്ങി. ഈ സിമ്മിലിട്ടാൽ മതി, അപ്പോൾ കടി പിടിക്കില്ല. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ, വേറെ കുഴപ്പമൊന്നുമില്ല. ഉപ്പ് കുറവാണ് എങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി തിരുമ്പി വെച്ചതല്ലേ. നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നോക്കട്ടെ. ലേശം കുറവുണ്ട്, വെന്തിട്ടില്ല. അടച്ച് വയ്ക്കാമല്ലോ. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വെന്ത് തുടങ്ങി. അധികം അവിടെ ഉടയ്ക്കണ്ട, എന്നാൽ വേവണം. കഴിച്ച് നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർക്കാം. ഉപ്പെല്ലാം ഉണ്ട്. അപ്പോൾ വെന്തിക്കണം. നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. കഴിച്ചു നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.